ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 4ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വാർഷിക മൂല്യനിർണ്ണയം 2024-25 മാത്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഇത് മലയാളം മീഡിയമാണ്. ഇംഗ്ലീഷ് മീഡിയവും നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്, അവയുടെ ആൻസേഴ്സ് എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടത് എന്ന് നമുക്ക് നോക്കാം. കൂട്ടുകാർ റെഡിയാണോ? അപ്പോൾ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങളെല്ലാം തന്നിട്ടുണ്ട്, അതൊന്നും നമ്മൾ വായിക്കുന്നില്ല. ഒന്നാമത്തെ പ്രവർത്തനം സംഖ്യാവ്യാഖ്യാനം എന്നുള്ളതാണ്. ഇവിടെ 3, 5, 4, 0 എന്നീ സംഖ്യകളെല്ലാം ഉപയോഗിച്ച് എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ നാലക്ക സംഖ്യ ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ചെറിയ നാലക്ക സംഖ്യ എഴുതണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ ഏറ്റവും ചെറിയ നമ്പർ ആദ്യം എടുക്കണം. ഇതിൽ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് 0 നമുക്കറിയാം 0 വെച്ചുകൊണ്ട് ഒരു സംഖ്യയും തുടങ്ങില്ല. അപ്പോൾ അടുത്ത ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 3 അപ്പോൾ നമ്മൾ 3 എടുക്കുക. പിന്നെ നമുക്കറിയാം, പിന്നെ നമുക്ക് 0 എഴുതാവുന്നതാണ്. അപ്പോൾ നമുക്ക് 0 എഴുതി കൊടുക്കുക. എന്നിട്ട് 3-ൻ്റെക്കാൾ അടുത്ത വലിയ സംഖ്യ എന്ന് പറയുന്നത് ഏതാണ്? 4 പിന്നെയുള്ളത് 5 അപ്പോൾ 3045 എന്നുള്ളതാണ് ഈ ഒരു സംഖ്യ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത്. ഇനി ഏറ്റവും വലിയ സംഖ്യയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആദ്യം 5 എഴുതാം, എന്നിട്ട് 4 എഴുതാം, എന്നിട്ട് നമുക്ക് എന്തെഴുതാം? 3 എഴുതാം, എന്നിട്ട് 0 എഴുതാം. അപ്പോൾ ഇതാണ് വലിയ സംഖ്യ, ഇത് ചെറിയ സംഖ്യയാണ്. അപ്പോൾ വലിയ സംഖ്യ എഴുതുമ്പോൾ വലിയ സംഖ്യകളെല്ലാം ഒരുമിച്ച് എഴുതുക, ചെറിയ സംഖ്യ എഴുതുമ്പോൾ ചെറിയ സംഖ്യകളൊക്കെ ഒരുമിച്ച് എഴുതുക. ഇനി അടുത്തത് ബി ചോദ്യം. 3608 എന്ന സംഖ്യാ കാർഡ് നോക്കൂ. കാർഡിലെ വിട്ട ഭാഗം പൂരിപ്പിക്കുക. ഇതിൽ 3608 എന്ന് പറയുമ്പോൾ 3000-ഉം 608 1 ചേർന്നതാണ്. അതുപോലെ 3000-ഉം 60 10-ഉം 8 1 ചേർന്നതാണ്. ഇനി 3608 1 ചേർന്നതാണ്. പിന്നെ നമുക്ക് എങ്ങനെ എഴുതാം? 360 പത്തുകളും അതുപോലെ 8 1കളും ചേർന്നതാണ്. ഓക്കെ, 8 1കളും ചേർന്നതാണ്. അങ്ങനെയും നമുക്ക് എഴുതാവുന്നതാണ്. ഇനി 4843 എന്ന സംഖ്യയിൽ 3ൻ്റെ സ്ഥാനവില എന്താണ്? ഇവിടെ 3 എന്ന് പറയുന്നത് എന്താണ്? 1കളാണ്. 4 എന്ന് പറയുന്നത് 10കളാണ്. 8 എന്ന് പറയുന്നത് 100കളാണ്. 4 എന്ന് പറയുന്നത് 1000 അത് കൂട്ടുകാർ പഠിച്ചു വെക്കുക. അപ്പോൾ 3ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്? 1ൻ്റെ സ്ഥാനത്താണ് അല്ലേ? അപ്പോൾ 1കളാണ് എന്ന് എഴുതി കൊടുക്കുക. ഇനി 8ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? 100ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ അവിടെ 100കൾ എന്ന് എഴുതി കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് 3 എന്ന് എഴുതിയാലും ഇവിടെ 800 എന്ന് എഴുതിയാലും പ്രശ്നമില്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് 4843 എന്ന സംഖ്യയിൽ 4ൻ്റെ സ്ഥാനവിലകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു 4ൻ്റെ സ്ഥാനം എന്ന് പറയുന്നത് ഏതാണ്? 4000-ത്തിലാണ് അല്ലേ? 4000-ത്തിലാണ്. 4000. അടുത്തത് എന്താണ്? 40ൻ്റെ സ്ഥാനത്താണ്. അപ്പോൾ 4000-ഉം 40-ഉം തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. 4000-നെ 40 കൊണ്ട് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്ര ഉത്തരം കിട്ടും കൂട്ടുകാരെ? 3960 എന്ന് കിട്ടും. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? ഇവിടെ 4000 എന്ന് പറയുന്നതിൽ ഒരു 4 4000-ഉം അടുത്ത 4 എന്ന് പറയുന്നത് 43-ലെ 40-ഉമാണ്. അപ്പോൾ 4000 - 40 ചെയ്യേണ്ടത്. ഇനി പ്രവർത്തനം 2 രൂപങ്ങൾ തിരിച്ചറിയാം. ഇവിടെ എന്താണ്? കുറേ രൂപങ്ങൾ കൊണ്ട് ഒരു ഷിപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് അല്ലേ? ഇനി ഇതിലെ ചോദ്യങ്ങൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തേത് ചിത്രത്തിൽ വൃത്തത്തിന് ചുവപ്പ്, ത്രികോണത്തിന് പച്ച, ചതുരത്തിന് നീല, സമചതുരത്തിന് മഞ്ഞ എന്നിങ്ങനെ നിറങ്ങൾ നൽകി ഭംഗിയാക്കുക. അപ്പോൾ വൃത്തത്തിന് എന്ത് കൊടുക്കണം? ചുവപ്പ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ എല്ലാ വൃത്തത്തിനും കൂട്ടുകാർ എന്ത് ചെയ്യുക? ചുവപ്പ് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്തത് ത്രികോണത്തിന് പച്ച കൊടുക്കുക. ഇവിടെ എവിടെയാണ് ത്രികോണം ഉള്ളത്? ഒരു ത്രികോണം ഇവിടെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? പച്ച കൊടുക്കുക. ഈ ത്രികോണത്തിന് പച്ച കൊടുക്കുക. ഇനി അടുത്ത ത്രികോണം ഇവിടെ ഉണ്ട്, ഇതിനും പച്ച കൊടുക്കുക, ഇതിന് പച്ച കൊടുക്കുക. അതുപോലെ ഇനി എവിടെയൊക്കെ ത്രികോണം ഉണ്ട് കൂട്ടുകാരെ? ഇനി വേറെ എവിടെ ത്രികോണം? 3 ത്രികോണങ്ങളാണ് ഇതിലുള്ളത് അല്ലേ? ഇനി ചതുരത്തിന് എന്ത് കൊടുക്കണം? നീല കൊടുക്കണം. എവിടെയാണ് ചതുരമുള്ളത്? ഇത് ഒരു ചതുരമാണ്, ഇത് ഒരു ചതുരമാണ്, ഇത് ചതുരമാണ്. അതുപോലെ വേറെ ഏതൊക്കെ ചതുരങ്ങളുണ്ട് അവിടെ?
അപ്പോൾ അതേപോലെ കൂട്ടുകാർ കൊടുക്കുക. ഞാൻ ഫുള്ള് കൊടുത്തിട്ടില്ല, കൂട്ടുകാർ കൊടുക്കുക. അതുപോലെ തന്നെ സമചതുരത്തിന് മഞ്ഞയും കൊടുക്കുക. ഇവിടെ ഒരു സമചതുരമുണ്ട്, ഇവിടെ ഉണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊക്കെ നോക്കി കൊടുക്കുക. ഇനി രൂപങ്ങൾ എണ്ണി നോക്കിയിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എത്ര എണ്ണം ഉണ്ടെന്ന്. അപ്പോൾ ഇവിടെ സമചതുരം എന്ന് പറയുന്നത് 1 2 3 4 5 എണ്ണമാണ് കാണുന്നത് അല്ലേ. അപ്പോൾ അവിടെ 5 എന്ന് എഴുതി കൊടുക്കുക. ഇനി ചതുരം 1 2 6 വരുന്നുണ്ട് അല്ലേ, 6 വരുന്നുണ്ട്. ഇതും കൂടെ എന്താണ്, സമചതുരമാണ്. അപ്പോൾ ഇവിടെ മഞ്ഞയാണ് കൂട്ടുകാർ കൊടുക്കേണ്ടത് കേട്ടോ. ചതുരം എന്ന് പറയുന്നത് എത്ര എണ്ണമാണുള്ളത്? ചതുരം എന്ന് പറയുന്നത് 1 2 3 അല്ലേ, 3 എണ്ണമാണ് ചതുരമുള്ളത്. ഇനി ത്രികോണം വരുന്നത് 1 2 3 ത്രികോണങ്ങളാണ് വരുന്നത്. ഓക്കെ, 3 ത്രികോണങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതിനനുസരിച്ച് എഴുതി കൊടുക്കുക. ഇനി പട്ടിക പൂർത്തിയാക്കുക. ചതുരം, ത്രികോണം. ചതുരത്തിന് ഡാഷ് മൂലകളുണ്ടെന്നാണ് പറയുന്നത്. എത്ര മൂലകളാണുള്ളത്? 4 മൂലകളാണുള്ളത്. 4 വശങ്ങളും ഉണ്ട്. ത്രികോണത്തിന് 3 മൂലകൾ ഉണ്ട്. പിന്നെന്താണുള്ളത്? 3 മൂലകളും 3 വശങ്ങളും ഉണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ 3 വശങ്ങൾ എന്നും കൂടെ എഴുതി കൊടുക്കുക. ഇനി വശങ്ങളില്ല, മൂലകളില്ല. അതെന്താണ്? വൃത്തമാണ്. വൃത്തത്തിന് വശങ്ങളും മൂലകളും ഇല്ല. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്തത് സ്റ്റാമ്പ് വിതരണമാണ് മൂന്നാമത്തെ പ്രവർത്തനം. വട്ടക്കോട്ട LP സ്കൂളിൽ 1 മുതൽ 5 വരെ ക്ലാസ്സുകൾ ഉണ്ട്. സ്കൂളിലെ ഓരോ കുട്ടികൾക്കും 20 രൂപയുടെ സ്റ്റാമ്പ് വീതം നൽകി. ഓരോ ക്ലാസ്സിൽ നിന്നും ലഭിച്ച തുക കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കുക. ഓക്കെ, അവിടെ കുട്ടികളുടെ എണ്ണം 40 ആണ്. സ്റ്റാമ്പ് എന്ന് പറയുന്നത് എത്രയാണ് കൂട്ടുകാരെ? സ്റ്റാമ്പ് 20 ആണല്ലേ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം നമ്മൾ? 40 കുട്ടികളാണ്. 40 × 20 ചെയ്യണം. എത്രയാണ്? 40 × 20 എന്ന് പറഞ്ഞാൽ 800 രൂപയാണ്. ഓക്കെ, ഇനി അടുത്തത് 38 കുട്ടികളാണുള്ളത്. 38 × 20 എന്ന് പറഞ്ഞാൽ 760 രൂപ കിട്ടും. ഇനി 42 കുട്ടികളാണ് 3-ാം ക്ലാസ്സിലുള്ളത്. 42 × 20 എന്ന് പറഞ്ഞാൽ 840 രൂപ കിട്ടും. 840. ഇനി അടുത്തത് 4-ാം ക്ലാസ്സാണ്. 4-ാം ക്ലാസ്സിൽ 45 പിള്ളേരുണ്ട്. 45 പിള്ളേരിൽ നിന്നും 20 രൂപ കിട്ടും. അപ്പോൾ 900 രൂപ കിട്ടുന്നതാണ്. ഓക്കെ, കൂട്ടുകാർ ഗുണനം ചെയ്തു നോക്കുക, എന്നിട്ട് ഉത്തരം എഴുതുക. ഇനി 5-ാം ക്ലാസ്സിൽ നിന്നും ലഭിച്ച തുക 700 രൂപയാണ്. ഓക്കെ, 5-ാം ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം കൂട്ടുകാരെ? നമ്മളിവിടെ ഇൻറ്റു ചെയ്തു അല്ലേ, മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ഉത്തരം കണ്ടെത്തിയത്. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് 700-നെ നമ്മൾ എന്ത് ചെയ്യണം? 20 കൊണ്ട് നമ്മൾ ഹരിക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 35 എന്ന് കിട്ടും. അപ്പം 35 പിള്ളേരാണ് 5-ാം ക്ലാസ്സിൽ ഉള്ളത്. ഓക്കെ, കൂട്ടുകാർ ഇതൊക്കെ ചെയ്തു നോക്കണം കേട്ടോ. പ്രവർത്തനം 4 നോക്കാം. മുത്തുമാല എന്ന പ്രവർത്തനമാണ്. താഹിറ മുത്തുമാല ഉണ്ടാക്കുന്നതിനായി പല നിറത്തിലുള്ള മുത്തുകൾ വാങ്ങി അവയെ വിവിധ എണ്ണങ്ങളുള്ള കൂട്ടങ്ങളാക്കി പട്ടികപ്പെടുത്തി പട്ടിക പരിശോധിച്ച് വിട്ടുപോയവ ചേർക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിറം മഞ്ഞ, നീല, വെള്ള, പച്ച, ചുവപ്പ് ഇത്രയും നിറങ്ങളാണുള്ളത്. അപ്പോൾ ആകെ എത്രയാണുള്ളത്? ഒരു കൂട്ടത്തിലെ മുത്തുകളുടെ എണ്ണം എത്രയാണ്, കൂട്ടങ്ങളുടെ എണ്ണം എത്രയാണ്, ബാക്കി വന്ന മുത്തുകളുടെ എണ്ണം എത്രയാണെന്നൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മഞ്ഞ എന്ന് പറയുന്നത് 38 എണ്ണമാണ് ആകെ ഉള്ളത്. അപ്പോൾ 5 മുത്തുകളുള്ള കൂട്ടമാണ് ആക്കിയത്. 7 കൂട്ടങ്ങൾ ഉണ്ടാക്കി. 5 × 7 എന്ന് പറയുന്നത് എത്രയാണ്? 35 ആണല്ലേ. ബാക്കി എത്ര എണ്ണം ഉണ്ട്? 38-ൽ 3 എണ്ണം ബാക്കി വരും. ഇനി നീല 42 എണ്ണമാണ് ആകെ ഉള്ളത്. 6 മുത്തുകളുള്ള കൂട്ടങ്ങളാണ് ആക്കിയത്. ഇനി ബാലൻസ് 0 ഉള്ളത്. അപ്പോൾ എത്ര കൂട്ടങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ ചെയ്യാം കൂട്ടുകാരെ? നമുക്ക് ഈ 42-നെ എന്ത് ചെയ്യാം? 42-നെ 6 കൊണ്ട് ഹരിച്ചു നോക്കാം. 42 ഹരിക്കണം 6 ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. എത്രയാണ്? 7 എന്ന് ഉത്തരം കിട്ടും. ഓക്കെ, അപ്പോൾ 7 കൂട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. കറക്റ്റ് ആണോ എന്ന് നോക്കാം. 7 × 6 ചെയ്ത് നോക്കിയാൽ മതി. ഇനി വെള്ള 32 എണ്ണമാണുള്ളത്. അതിനെ ഒരു കൂട്ടത്തിലെ എണ്ണം 3 എണ്ണമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ 10 കൂട്ടങ്ങളാണ് ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 3 × 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 × 10 എന്ന് പറഞ്ഞാൽ 30 എണ്ണം. ആകെ ഉണ്ടായിരുന്നത് 32 ആണ്. അപ്പോൾ എത്ര എണ്ണം ബാക്കി ഉണ്ടായിരിക്കും? 2. അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 2. ഇനി അടുത്തത് പച്ച 40 എണ്ണമാണുള്ളത്. കൂട്ടങ്ങൾ 5 എണ്ണമാണ് ആക്കിയിട്ടുള്ളത്. ഇനി ബാക്കിയൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടത്തിലെ മുത്തുകൾ എങ്ങനെ കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും? എങ്ങനെ പറ്റും? അവിടെ 8 കൂട്ടങ്ങളാണ് ഉണ്ടായിരുന്നത്. 8 × 5 എന്ന് പറയുന്നത് 40 ആണ്. ഇനി ചുവപ്പ് എന്ന് പറയുന്നത് ആകെ എത്ര എണ്ണമാണെന്ന് തന്നിട്ടില്ല. ഒരു കൂട്ടത്തിൽ 6 എണ്ണമാണ് ഉണ്ടായിരുന്നത്.
6 കൂട്ടങ്ങളാക്കുകയും ചെയ്തു, ഒരെണ്ണം ബാക്കിയാവുകയും ചെയ്തു. അപ്പോൾ എങ്ങനെ ചെയ്യാം നമുക്ക്? 6 × 6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 36 അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക, അപ്പോൾ ഉത്തരം എന്ന് പറയുന്നത് 37. ഓക്കെ. ഇനി ചുവപ്പ് മുത്തുകളുടെ 7 കൂട്ടങ്ങൾ ഉണ്ടാക്കാൻ ഇനി എത്ര മുത്തുകൾ കൂടി വേണം? ശരിയായ ഉത്തരത്തിന് നേരെ ടിക്ക് ചെയ്യുക. ചുവപ്പ് മുത്തുകൾ 7 കൂട്ടങ്ങൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഓക്കെ. അപ്പോൾ ഇവിടെ ഓൾറെഡി ഒരെണ്ണം ബാക്കിയുണ്ട്. ഇനി എത്ര എണ്ണം നമുക്ക് വേണം? 5 എണ്ണം വേണം അല്ലേ? അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ളത്, 5 എന്നുള്ളതാണ്. ഓക്കെ. ഇനി അടുത്ത ചോദ്യം നോക്കാം. പ്രവർത്തനം 5 ജോഡിയാക്കാം എന്നുള്ളതാണ്. പട്ടിക പരിശോധിച്ച് യോജിച്ചവ ചേർത്ത് വരയ്ക്കുക. 1 പവന്, 1 ടണ്ണ്, 1 ക്വിൻ്റൽ, 1 ഡസൻ, 1 കിലോമീറ്റർ. ഇവിടെ 1000 കിലോഗ്രാം, 12 എണ്ണം, 1000 മീറ്റർ, 8 ഗ്രാം, 100 കിലോഗ്രാം എന്നിങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ 1 പവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1 പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാം ആണ്. ഓക്കെ. 1 ടൺ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 ടൺ എന്ന് പറഞ്ഞാൽ 1000 കിലോഗ്രാം ആണ്. ഓക്കെ, 1000 കിലോഗ്രാം. ഇനി അടുത്തത് 1 ക്വിൻ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 100 കിലോഗ്രാം ആണ്. 100 കിലോഗ്രാം. 1 ഡസൻ എന്ന് പറഞ്ഞാൽ 12 എണ്ണമാണ്. 12 എണ്ണം. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മാച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. വളരെ സിമ്പിളായിട്ടുള്ള കണക്കാണ്. ഇനി ആറാമത്തേത് അരയും കാലും എന്നുള്ളതാണ്. ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൻ്റെ അരഭാഗത്തിന് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യാം കൂട്ടുകാരെ? ഇതാകെ എത്ര എണ്ണം ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാം. 1 2 3 4 5 6 7 8 എണ്ണമാണുള്ളത്. അര എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയാണ്, അഥവാ 4 എണ്ണമാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ 4 എണ്ണത്തിന് ഷെയ്ഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇനി അടുത്തത് 4ാം ക്ലാസ്സിലെ അർദ്ധവാർഷിക പരീക്ഷയിൽ താമരക്കുളം LP സ്കൂളിലെ 40 കുട്ടികളിൽ അരഭാഗം കുട്ടികൾക്ക് A ഗ്രേഡ് കിട്ടി. A ഗ്രേഡ് കിട്ടിയ കുട്ടികളുടെ എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. 40 കുട്ടികളിൽ അരഭാഗം കുട്ടികൾക്കാണ് കിട്ടിയിട്ടുള്ളത്. എത്രയായിരിക്കും കൂട്ടുകാരെ? 40ൻ്റെ പകുതി ആയിരിക്കും. 40ൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ 40 ഹരിക്കണം 2 എത്രയാണ്? 20. അപ്പോൾ എത്ര കുട്ടികൾക്കാണ്? 20 കുട്ടികൾക്ക് A ഗ്രേഡ് കിട്ടിയിട്ടുണ്ടാവും. ഇനി സി, 4ാം ക്ലാസ്സിലെ 40 കുട്ടികൾ 3/4 ഭാഗം പെൺകുട്ടികളാണ് എങ്കിൽ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം എത്ര എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൺകുട്ടികളുടെ എണ്ണം എത്രയായിരിക്കും? 40ൻ്റെ എത്ര ഭാഗമാണ്? 4 ഭാഗമാണ് അല്ലേ? 3/4 ആണ്. അപ്പോൾ 10 കുട്ടികളാണ് ആൺകുട്ടികൾ ഉണ്ടായിരിക്കുക. പെൺകുട്ടികൾ എന്ന് പറയുന്നത് 30 കുട്ടികൾ ആണ്. ഓക്കെ. ഇനി ഡി ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന ചിത്രത്തിൽ 1/2 സൂചിപ്പിക്കുന്ന ചിത്രത്തിന് അടയാളം ഇടുക. ഇതിലേതാണ് പകുതിയായിട്ടുള്ളത്? 1/2 എന്ന് പറഞ്ഞാൽ പകുതി ആയിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഇതാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ കൂട്ടുകാർ നന്നായിട്ട് ശ്രദ്ധിച്ച് എഴുതുക. എല്ലാവർക്കും A+ തന്നെ കിട്ടട്ടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.